അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സ്വത്തുക്കൾ ഈ രീതിയിൽ കൈവിട്ട് പോയില്ലായിരുന്നു. എത്ര നന്നായിട്ടാ എല്ലാവരും അഭിനയിച്ചെന്നറിയോ? സംസാരത്തിലും നോട്ടത്തിലും ചലനത്തിലും പോലും നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലല്ല അയാളും അവരും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ അച്ഛൻ്റെ വിധി തന്നെയാ അവനുണ്ടാവേണ്ടത്. അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റ്. അമ്മ ഇത് രാവിലെ തുടങ്ങിയ പണിയാണല്ലോ. വിഷു അല്ലേ മോളെ, അപ്പൊ പിന്നെ വീടെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണ്ടേ? പുറത്തെ മാറാലേക്ക് ജോലിക്കാരി വന്ന് തൂത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഹാളെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ആ, എന്നാ പിന്നെ ഞാനും കൂടി സഹായിക്കാം. അയ്യോ വേണ്ട, മോക്കിതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. ആഹാ, കണ്ണനാണല്ലോ. ശരി. ആഹാ, നീ വന്നോ? എന്താ കയ്യിലൊത്തിരി കവറുകളൊക്കെ ഉണ്ടല്ലോ. ഇത് അമ്മയ്ക്കുള്ള വിഷുക്കോടി. ആഹാ, ഇത് കർണയ്ക്ക്. എന്താ എത്രയും കവറ്? അതിൽ ഒരു കവറ് കർണയുടെ, മറ്റൊന്ന് അച്ഛനും മുത്തശ്ശിക്കുള്ള ഡ്രസ്സാ. അത് കർണ എന്നെ കൊണ്ടുപോയി കൊടുക്ക്. ഞാനവിടെ വന്നു കഴിഞ്ഞ പിന്നെ അവളുടെ അമ്മയെ കാണേണ്ടി വരില്ലേ? അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആ, കർണയ്ക്ക് എന്ന ഡ്രസ്സിൽ ഉണ്ണിക്കുള്ള ഡ്രസ്സ് കൂടി ഉണ്ട് കേട്ടോ. എടാ, നിനക്കുള്ള ഡ്രസ്സും കരുണയുടെ കൊടുത്തിട്ടുണ്ട്. ഒരു ജോഡി ഡ്രസ്സുണ്ട്. ഇങ്ങനെ ഒരു ഏട്ടനുള്ളത് കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് വിഷുക്കോടിയൊന്നും വാങ്ങിത്തരേണ്ടി വരുന്നില്ലല്ലോ. ഞാൻ ഏട്ടന്റെ ശമ്പളക്കാരനാണ്, ഇപ്പൊ അതുമല്ല. അതുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ സമയത്ത് എത്തിച്ചേരാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങണ്ട. എല്ലാ വിശേഷ ദിവസങ്ങളിലും നിന്റെ കയ്യിൽ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങി തന്നിട്ട് കരുണയ്ക്ക് കൊടുക്കാനാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നീട് പിടിക്കപ്പെടുമ്പോ വലിയ വഴക്കായിരുന്നു. ഇത്തവണ അതിനൊരു മാറ്റം വരണമെന്ന് തോന്നി. ദേ കരുണേ, ഡ്രസ്സിനൊപ്പം നിനക്ക് സ്വർണം വാങ്ങിയിട്ടുണ്ട്. ദാ ഒരു നെക്ലേസാ. മുറി കൊണ്ടുപോയി അത് കഴുത്തിലിട്ട് നോക്ക്. ഇഷ്ടപ്പെട്ട നോക്ക്, ഇല്ലെങ്കിൽ മാറ്റി വാങ്ങാം. കണ്ണേട്ടം വാങ്ങിയതല്ലേ, അതൊരിക്കലും എനിക്ക് ചേരാതിരിക്കില്ല. ഒന്ന് നോക്കട്ടെ മോളെ. അയ്യോ, എടാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അയ്യോ കൊള്ളാടി. അമ്മ വിഷമിക്കണ്ട, അമ്മക്കൊരു വളയുണ്ട്. എനിക്കോ? പിടിച്ചോ. അയ്യോ, എടാ എന്തിനാ കണ്ണ എനിക്കിതൊക്കെ? സ്വർണത്തിനൊക്കെ തീ പിടിച്ച വിലയല്ലേ? സ്വർണത്തിന് വില കൂടും കുറയും, അതൊക്കെ നോക്കിയിരുന്ന കാര്യം നടക്കത്തില്ല. നാളെ ഒരു പവന് 2 ലക്ഷം രൂപയായാല് ഇപ്പൊ വാങ്ങിയത് ലാഭമായെന്ന് നമ്മൾ പറയില്ലേ? എന്നാലും ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണൊന്നും വാങ്ങിക്കണ്ടായിരുന്നു കണ്ണേട്ടാ. സ്വർണം വാങ്ങിക്കൊടുക്കുമ്പോ പല പെൺകുട്ടികളും ഇത് തന്നെയാ പറയാറ്, ഇത്രയും വില കൂടിയത് വേണ്ടായിരുന്നു. അപ്പോഴും അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്.
സ്വർണത്തോട് താല്പര്യമില്ലാത്ത സ്ത്രീകള് കുറവാ. അതെന്നും കഴുത്തിലിട്ടോണ്ട് നടന്നില്ലെങ്കിലും ശരി, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത് വല്ലാത്തൊരു ആനന്ദം. അത് കണ്ണേട്ടൻ പറഞ്ഞ ശരിയാ. ആ നെക്ലസ് ഇഷ്ടപ്പെട്ടല്ലോ? ആ കണ്ണേട്ടന് സ്വർണ്ണമൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാം. എന്നുവെച്ചാ സ്വർണ്ണക്കട മുതലാളിയല്ലേ. അല്ലെങ്കിലേ ഇവൻ കലാബോധമുള്ള കൂട്ടത്തിലാ. അതുകൊണ്ടല്ലേ നമ്മുടെ ജ്വല്ലറിയില് ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഇറങ്ങുന്നത്. ഇവൻ ഒരു ക്യാബിനിലിരുന്ന് ഓരോരോ ഡിസൈൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്താലേ അതിന് ആരും കുറ്റം പറയത്തില്ല. ആ അതുകൊണ്ട് മഞ്ജു ഇവിടെ ഉള്ള സമയത്തേ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോ ഇവനെയും കൊണ്ടാ പോകുന്നേ. അപ്പോഴേ അതിന് കഴുത്തിലൊക്കെ ഇട്ട് നോക്ക്. ശരി. നിനക്കെന്താ ഒരു സന്തോഷമില്ലാതെ? എങ്ങനെ സന്തോഷം വരാനാ? ഇതൊന്നും വാങ്ങിത്തരാനുള്ള കഴിവ് എന്റെ ഭർത്താവിനില്ല. അത് ഉണ്ണിയേട്ടന് നന്നായിട്ട് അറിയാം. അതിന്റെ കോംപ്ലക്സാ ഇപ്പൊ ഈ മുഖത്ത് കാണുന്നത്. എടാ നീ ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്ക്, നിനക്ക് പാകമാണോന്ന്. എത്ര കാലമായിട്ട് ഏട്ടൻ എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നതാ. അതുകൊണ്ട് അത് ഇട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാകമായിരിക്കും. മോളെ മോനെ, കുറെ നാളുകൾക്ക് ശേഷമാ മോളുടെ മുഖത്ത് ഇത്രയും സന്തോഷം കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, സ്വർണം കിട്ടിയാ സന്തോഷിക്കാത്ത പെൺകുട്ടികളില്ലാന്ന്. സ്വർണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞൊരുത്തിയേ നീ മേടിച്ചു കൊടുത്ത സ്വർണ്ണമെല്ലാം എടുത്തോണ്ട് പോയില്ലേ? ഏതായാലും അവൾ ഏത് തരക്കാരിയാണെന്ന് ഇത്തിരി വൈകിട്ടാണെങ്കിലും പിടികിട്ടിയത് നന്നായി. എല്ലാവരെയും തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ലല്ലോ അമ്മേ. എനിക്ക് ഒരുപാട് സമയമെടുക്കും. സ്നേഹിക്കാൻ അറിയുന്നവരുടെ എല്ലാം കുഴപ്പം അത്. ആരെങ്കിലും കലവറയില്ലാതെ സ്നേഹം തരുമ്പോ അതൊക്കെ നമ്മളങ്ങ് വിശ്വസിച്ചു പോവും. അതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളങ്ങ് കരുതിപ്പോവും. അങ്ങനെ ഒരുത്തനായിപ്പോയി ഞാനും. കണ്ടോ, ആണുങ്ങളെ വാങ്ങിച്ചു തന്നതാ. ഇത് നിങ്ങളുടെ കൈവശമാണ് വാങ്ങിച്ചു തന്നതെങ്കിലേ സന്തോഷത്തോടെ കൊണ്ട് തന്നേനെ. നിങ്ങൾ വാങ്ങിച്ചാന്നും പറഞ്ഞു. പറഞ്ഞ കേട്ടില്ലേ? അത് ഒഴിവാക്കാനായിട്ടാ ഇത്തവണ അങ്ങേരെ നിനക്ക് നേരിട്ട് നെക്ലസ് വാങ്ങി തന്നേന്ന്. അതുകൊണ്ടാ ഞാൻ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചത്. അതും എങ്ങനെ നോക്കിയാലും ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും വരത്തില്ലേ ഉണ്ണിയേട്ടാ? പിന്നെ എനിക്ക് മാത്രല്ലല്ലോ, എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഡ്രസ്സ് വാങ്ങിയില്ലേ? നാളെ തന്നെ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അവിടെയും ഇന്നലെ വരെ കണ്ണേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അമ്മയെ ഒഴിവാക്കി. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ടിട്ട് കൂടുതൽ സന്തോഷിക്കണ്ടെന്നാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം കാശ് കൊടുത്ത് ഇതുപോലൊരു നെക്ലസ് എനിക്ക് വാങ്ങിത്തരാൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കഴിയൂ? അതുപോട്ടെ, 1 പവന്റെ കമ്മലെങ്കിലും വാങ്ങിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ ചിലപ്പോ പറ്റുമായിരിക്കും, സ്വർണത്തിന്റെ വില ഇടിഞ്ഞു താഴ്ന്ന് 10,000-10,000 എത്തുമ്പോ. അതിനി അടുത്ത ജന്മത്തിലെ പ്രതീക്ഷിച്ചാ മതി. ഇതുപോലെ സ്വർണം അയാൾ നിന്റെ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്ത് കാണുമെന്നാ എന്റെ സംശയം. അവൾക്ക് കണ്ണേട്ടന് ഒന്നും വാങ്ങിച്ചു കൊടുത്ത് കാണില്ല. പക്ഷെ അവള് ചിലപ്പോ വാങ്ങിച്ചു കാണും, അവളുടെ കയ്യിലെ കാശുണ്ട്. അവളിപ്പോ ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാ. കണ്ണേട്ടന്റെ വിയർപ്പിന്റെ പകുതി അവളിപ്പോ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും വിഷുവിന്റെ അന്ന് അവൾ അമ്പലത്തിൽ വരാതിരിക്കില്ല. അന്നതേ കണ്ണേട്ടൻ അന്ന് ഈ സെറ്റ് സാരിയെ കൊടുത്ത് ഈ നെക്ലസും ഒക്കെ ഇട്ട് അവളുടെ മുന്നിലേക്ക് എനിക്കൊന്ന് ചെല്ലണം. എന്നിട്ട് എല്ലാം കണ്ണേട്ടൻ വാങ്ങി തന്നാന്ന് അവളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം. വിഷുവിന് മുമ്പേ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. വിഷുവോടെ എന്റെ അന്വേഷണം പൂർത്തിയാവും. ഇയാളുടെ ഒരു അന്വേഷണോ? സത്യം പറയാലോ,
ഏത് നേരവും പിച്ചും പെയ്യും പറയുന്ന നിങ്ങളെ ഞാൻ തള്ളിക്കളഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു. പിന്നെ പിടിച്ചു നിൽക്കുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാ. അതെന്താ കാരണം? അല്ല, അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞല്ലോ. ആ നേരത്ത് എനിക്കൊപ്പം നിങ്ങൾ വരുമോ? എന്തിനാ? ആ വട്ടനെ കാണാനോ? വട്ടനോ? ആരെയാ നിങ്ങൾ അങ്ങനെ വിളിച്ചത്? അല്ല, ഇപ്പോ നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ കണ്ടെന്നും പറഞ്ഞ് നെട്ടോട്ട് ഓടുന്ന സമയമാണല്ലോ. ഒരുമാതിരി വട്ട് പിടിച്ച പോലെ. അതുകൊണ്ട് എന്റെ അച്ഛൻ വട്ടനായി അല്ലേ? അതല്ല കരണേ. അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ അമ്മയെ കാണേണ്ടി വരും. നീ ഇപ്പൊ പറഞ്ഞല്ലോ കണ്ണേട്ട അവർക്ക് മാത്രം ഡ്രസ്സൊന്നും എടുത്തില്ല എന്ന്. അതുപോലെ തന്നെ എനിക്ക് അവരോട് വെറുപ്പാ. അവരുടെ മൂത്ത മുള കാണുന്ന പോലെയാ ഞാൻ അവരെയും കാണുന്നത്. പിന്നെ ആ മുഖം കാണാൻ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? എന്നാ വേണ്ട. പക്ഷെ കണ്ണേട്ടം വാങ്ങി തന്ന ഈ നെക്ലസ് ഇട്ടോണ്ട് എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ മുന്നിൽ ചെല്ലുമ്പോ അവർക്കൊക്കെ അത് വലിയ സന്തോഷായിരിക്കും. ഇനിയിപ്പോ അടുത്ത ഓണത്തിന് മിക്കവാറും ഒരു 10-15 ലക്ഷത്തിന്റെ നെക്ലസ് ആയിരിക്കും കണ്ണേട്ടൻ എനിക്ക് തരാൻ പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാ കണ്ണേട്ടനോട് ചോദിക്കണം. സ്വന്തം ഭർത്താവ് കഴിവേട്ടവനായി പോയാൽ അന്യനൊന്നും അല്ലല്ലോ, ഭർത്താവിന്റെ ഏട്ടനല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൈ നീട്ടുന്നത് കൊണ്ട് എന്താ കുഴപ്പം? വിഷു വരെ അതൊക്കെ തുടരാം. അത് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ലടോ. 24 മണിക്കൂറും വിഷു വരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വിഷുവിനൊരു വിഷുക്കോടി പോലും വാങ്ങിത്തരാതെ. ദേ, എല്ലാ വർഷവും അതിമനോഹരായിട്ടാ മഹാലക്ഷ്മി വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരുന്നത്. ഇത്തവണ അതിനേക്കാൾ നന്നായിട്ട് അമ്മയ്ക്കൊപ്പം നിന്ന് എനിക്ക് വിഷുക്കണി ഒരുക്കണം. അതിന് നല്ലൊരു ശ്രീകൃഷ്ണ വിഗ്രഹം എനിക്ക് വാങ്ങിത്തരണം. കണ്ടാൽ നല്ല മെഴുകുപോലെ ഇരിക്കണം, അതുപോലെ തിളങ്ങണം. ഇനി കണ്ണേട്ടനെ സന്തോഷിപ്പിക്കല എന്റെ ജോലി. ഈ സ്വർണത്തിനും ഡ്രസ്സിനും ഒക്കെ കുടുംബത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാം. സത്യത്തിലേ നീയൊക്കെ സ്നേഹിക്കുന്നത് മനുഷ്യനാണോ അതോ ഇത്തരത്തിലുള്ള ആഡംബരങ്ങളാണോ? എന്താ സംശയം? അതിലൊക്കെ മുങ്ങിത്താണാണ് ഞാൻ വളർന്നത്. അങ്ങനെയുള്ള ഒരുവൾക്ക് ഇടയ്ക്കെങ്കിലും അവൾ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങൾ കിട്ടണം. ഡിറ്റക്റ്റീവ് ഉണ്ണി കമലേശ്വരത്തിന് അത് മനസ്സിലായല്ലോ. ഞാനേ ഇത് നമ്മെ കാണിച്ചിട്ട് വരാം. എനിക്ക് മാത്രല്ലല്ലോ, ഇതുപോലൊന്ന് ലേഖയ്ക്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നോക്കട്ടെ, നന്നായിട്ടുണ്ട്. സ്വർണത്തിന് ഇത്രയും വില കൂടി ഇരിക്കുമ്പോ കണ്ണേട്ടൻ എന്തിനാ ഇത്രയും പൈസ ചെലവാക്കുന്ന? അതുമാത്രമല്ലല്ലോ, ഇഷ്ടംപോലെ ഡ്രസ്സും വാങ്ങിയില്ലേ? ലേഖയ്ക്കറിയാലോ, എനിക്ക് സ്വർണത്തോടെ വലിയ താല്പര്യമൊന്നുമില്ല. ആഡംബരം പണ്ടേ ഇല്ല. ഇതൊക്കെ കണ്ണേട്ടന്റെ ഒരു സന്തോഷല്ലേ? ദേ, കണ്ണാടിയിലൊന്ന് നോക്കി. വാ വാ. എനിക്കും അതേ അളവിലും തൂക്കത്തിലും സ്വർണം വാങ്ങി തരേണ്ട കാര്യം എന്താ? അത് മറ്റൊന്നും കൊണ്ടല്ല, കണ്ണേട്ടൻ നമ്മൾ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഇനി അമ്മയ്ക്ക് വാങ്ങിയ ഡ്രസ്സുമായിട്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. അത് കണ്ണേട്ടൻ വാങ്ങിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ല, ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞു കൊണ്ടുകൊടുക്കാം. ആ ലേഖേ, നീ ഇതെല്ലാം മൊബൈലൊന്ന് പകർത്തിക്കേ. കണ്ണേട്ടന് കാണാൻ ചിലപ്പോ ആഗ്രഹം കാണും ഇതൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. ചിരിക്ക്.
ഇനി നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. കാണട്ടെ. എന്തായാലും ഇവിടെ ഒരാൾക്ക് ഇത്തവണ പൈസ ലാഭമായി. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഡ്രസ്സും സ്വർണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. കരുണയ്ക്കും ഒരു നെക്ലേസ് വാങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അവൾക്ക് എന്ത് കൊടുത്തിട്ടും എന്താ കാര്യം? മഹിയെ പിരിയുന്ന കണ്ണേട്ടനെയാണ് അവൾ സ്നേഹിക്കുന്നത്. നിങ്ങളൊന്നിച്ചാ പിന്നെ അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടാളുടെ മരണമായിരിക്കും. കഷ്ടകാലം, ധനനഷ്ടം, മാനഹാനി, ചേടാ എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. ഈ വിഷുമാല എഴുതുന്നമാർക്കൊന്നും ഒരു ബോധവും ഇല്ല. അവന്മാർക്ക് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. വിഷുവിനൊരു ഫലം, ഓണത്തിനൊരു ഫലം, ഇനിയിപ്പൊ ന്യൂ ഇയർ ആവുമ്പോ സൂര്യരാശി എന്നും പറഞ്ഞ് വേറൊരു ഫലം. ഇതെല്ലാം കൂടെ ഒന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്താ മുത്തശ്ശി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എന്റെ മക്കള് വന്നുവോ? കയ്യിൽ കവറുമൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇതേ എന്റെ ഭർത്താവ് വാങ്ങിച്ചെന്നല്ല, കണ്ണേട്ടൻ അച്ഛനും മുത്തശ്ശിക്കെന്നും പറഞ്ഞ് വാങ്ങിച്ചു തന്നതാ. ആണോ? ആ. അയ്യോ കൊള്ളാമല്ലോ. നീ ഒന്നേ നോക്കട്ടെ. എടാ ഇത് കണ്ടോടാ, കണ്ണമ്മ വാങ്ങിച്ചു കൊടുത്തുവിട്ട ഡ്രസ്സാ നമുക്ക് തരണമെന്നും പറഞ്ഞ. ഇത് പിടിച്ചേ നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ. അയ്യോ കണ്ടോടാ, കണ്ടോ? ആണുങ്ങള് വാങ്ങിച്ചു തന്ന കണ്ടോ? ഇതുപോലൊരു സെറ്റ് സാരി നീ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അത് പോട്ടെ, നിന്റെ മരുമോൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? മരുമോന്റെ കാര്യമൊന്നും പറയാത്തതാ മുത്തശ്ശി നല്ലത്. എനിക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ എന്റെ ഭർത്താവ് വില കൂടിയ സ്വർണ്ണമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചു കഴിയുമ്പോ അത് വാങ്ങിയത് കണ്ണേട്ടനാണെന്ന് നമ്മളെല്ലാരും അറിയുകയും ചെയ്യും. എന്നാൽ ഇത്തവണ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. കണ്ണേട്ടൻ തന്നെ എന്റെ ആഗ്രഹം അറിഞ്ഞിട്ട് വാങ്ങിത്തരേണ്ടതൊക്കെ വാങ്ങി തന്നു. എന്റെ അച്ഛ 5 പവന്റെ നെക്ലസാ എനിക്ക് വിഷുവിനിടാൻ വേണ്ടിട്ട് കണ്ണേട്ടൻ വാങ്ങി തന്നത്. 5 പവൻ? നീ നോക്കട്ടെ. എടാ ഇത് നിനക്കാടാ. കണ്ടോടി മോള് പറഞ്ഞേ, കണ്ണനെ 5 പവന്റെ നെക്ലസാ എന്റെ മോക്ക് വാങ്ങി കൊടുത്തിട്ടിരിക്കുന്നേ വിഷു സമ്മാനമായിട്ട്. അത് മാത്രല്ല, അതിന്റെ കൂടെ 2 ജോഡി ഡ്രസ്സും വാങ്ങി തന്നു. കണ്ട കണ്ട, ഇതൊക്കെ നിന്റെ മരുമോൻ കഴിഞ്ഞ വിഷുവിന് നിനക്ക് വിഷുക്കോടിയും ഓണത്തിന് ഓണക്കോടിയും ഒക്കെ വാങ്ങിച്ചു തന്ന നിന്റെ സ്വന്തം മരുമകൻ ഞങ്ങൾക്ക് മോളുടെ കൈവശം വാങ്ങിച്ചു കൊടുത്തു വിട്ടതാടി. അല്ല, ഇവക്ക് മരുമോനൊന്നും വാങ്ങി കൊടുത്തിട്ടില്ലേ മോളെ? അമ്മയ്ക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ, അമ്മയ്ക്ക് എന്റെ വക വിഷുക്കോടി. കണ്ണേട്ടൻ എനിക്ക് 5 പവന്റെ നെക്ലസാ വാങ്ങി തന്നത്. നിന്റെ ഭർത്താവ് നിനക്ക് എന്തേലും വാങ്ങി തന്നോ? സ്വന്തം ഭർത്താവ് അവനവന്റെ കയ്യിലെ കാശുകൊണ്ട് എന്തെങ്കിലും വാങ്ങി തരുമ്പോഴാ അതിന്റെ പേരിൽ മേനി പറയേണ്ടത്. അല്ലാതെ ഭർത്താവിന്റെ ഏട്ടൻ നിനക്ക് നെക്ലേസ് വാങ്ങി തന്നു പറഞ്ഞ് നീ കൂടുതൽ ഞെളിയേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നെ തള്ളിക്കളഞ്ഞ കണ്ണേട്ടനാ ഇപ്പൊ അവിടെ ഉള്ളത്. അങ്ങനെയുള്ള കണ്ണേട്ടൻ തരുന്ന എന്ത് സമ്മാനവും ഞാൻ സന്തോഷത്തോടെ വാങ്ങൂടി. ഇതിട്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് അഭിമാനം തന്നെയാ.
അയ്യോ, ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ലേ? ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറാനൊന്നും ഞങ്ങൾക്ക് വയ്യ. വയസ്സുകാലത്ത് പോലീസിന്റെ അടിയും തൊഴിയും കൊള്ളാനും വയ്യ. എന്നാലും എനിക്ക് പറയാനുള്ളത് പറയാലോ. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കണമെന്ന്. അത് പറയാൻ നിനക്ക് എന്ത് അർഹതയടി ഉള്ളത്? നീ ഇപ്പോ അമ്മയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങി കൊടുത്തല്ലോ. ആ ഡ്രസ്സ് വാങ്ങാനുള്ള പണം കണ്ണേട്ടന്റെ വിയർപ്പാടി. അത് മോള് പറയുന്നത് സത്യമല്ലെന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല മഹാലക്ഷ്മി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തരം കാര്യങ്ങളെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ല, അന്നത്തെ ആ മന്ത്രവാദത്തിന് ശേഷം പിന്നെ പ്രേതത്തെ കണ്ടായിരുന്നോ?